ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷയുടെ പ്രസവത്തിൻ്റെ ദിവസങ്ങൾ അടുക്കും തോറും വർഷയ്ക്കുള്ളിലെ ആ പേടി കൂടിക്കൊണ്ടേയിരുന്നു. ഒട്ടും തന്നെ അതിനൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിലുള്ള ഓരോ ആളുകളും വർഷയെ സന്തോഷിപ്പിക്കാനായി പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും വർഷയ്ക്ക് അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വർഷയെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ള ആ ചിന്താഗതി വർഷയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. തന്നോട് കാണിക്കുന്ന സ്നേഹവും ഈ വാത്സല്യവുമൊക്കെ ഇപ്പോൾ തൻ്റെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ ആലോചിച്ചിട്ടായിരിക്കും. അല്ലാതെ ഇവരാരും ഇത്രയ്ക്കും സ്നേഹം എന്നോട് കാണിക്കേണ്ടതില്ലല്ലോ, അതും എൻ്റെ ഈ പേടി പോലും മനസ്സിലാക്കാതെയല്ലേ ഓരോരുത്തരും പെരുമാറുന്നത്. ശ്രീകാന്ത് പോലും തന്നെ മനസ്സിലാക്കാത്ത വിഷമം വർഷയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് തൻ്റെ അടുത്തേക്ക് സ്നേഹിച്ചു വരുമ്പോഴൊക്കെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോകാനായിരുന്നു വർഷ ശ്രമിച്ചിരുന്നത്. തനിക്ക് പ്രസവിക്കാൻ പേടിയാണെന്ന് മനസ്സിലാക്കാത്ത അച്ചമ്മ പോലും ആദ്യം ജനിക്കുന്ന കുഞ്ഞായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കൾ എഴുതി തന്നെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ വർഷയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം വർഷയ്ക്കുള്ളിലെ ആ പേടി തന്നെയായിരുന്നു അതിൻ്റെ കാരണക്കാരൻ. അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിലായിരുന്നു രേവതിക്ക് വല്ലാത്തൊരു ശരീരം വേദനയും മറ്റസ്വസ്ഥതകളും തോന്നി തുടങ്ങുന്നത്. സച്ചിയോട് കാര്യമൊന്നും രേവതി പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നും രാവിലെ എണീറ്റ് കോലമിട്ട് അടുക്കളയിൽ കയറിയിരുന്ന രേവതിയെ ഒരു ദിവസം രാവിലെ എണീക്കാണ്ടായപ്പോൾ സച്ചി രേവതിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം നോക്കുമ്പോൾ രേവതി കിടക്കപ്പായയിൽ നിന്ന് പോലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. തൻ്റെ അരികത്ത് കിടക്കുന്ന രേവതിയുടെ പുതപ്പ് മാറ്റി രേവതിയോട് സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി എന്തുപറ്റി? നീ എന്തുപറ്റി എണീക്കാൻ വൈകിയോ? പക്ഷേ ഒന്നും കേൾക്കാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന രേവതി കണ്ണുകൾ പോലും അന്നേരത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ല. സച്ചി അപ്പോൾ രേവതിയുടെ കയ്യിൽ പിടിച്ച് ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി? നിനക്ക് എന്തായി? വയ്യായിക വല്ലതുണ്ടോ? പനി വല്ലതുമുണ്ടോ എന്ന് ചോദിച്ച് രേവതിയുടെ നെറ്റിയിൽ സച്ചിയുടെ കൈവച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരത്ത്. പനിയൊന്നുമില്ല. പിന്നെ എന്തു പറ്റി ഇവൾക്ക്? സാധാരണ ഈ നേരാവുമ്പക്കും അടുക്കളയിലെ എല്ലാ പണിയും കഴിഞ്ഞ് എന്നെ വന്ന് വിളിക്കാറുള്ളവളാ. ഇപ്പം എന്തു പറ്റിയാവോ എന്ന് പറഞ്ഞ് സച്ചി തൻ്റെ അടുത്തിരുന്നിരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളമെടുത്ത് രേവതിയുടെ മുഖത്ത് തെളിക്കുന്നുണ്ട്. മുഖത്ത് വെള്ളം തെളിച്ച രേവതി ഒരു ക്ഷീണിതയായി തന്നെയാണ് കണ്ണു തുറന്നത്. പെട്ടെന്ന് മുഖത്തേക്ക് വെള്ളം വന്ന രേവതി ഞെട്ടിയെണീക്കുന്നുണ്ടെങ്കിലും സച്ചിയോട് എന്തു പറ്റി സച്ചിയേട്ടാ, എന്താ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. വല്ലാതെ ശരീരമാകെ തളർന്നും കുഴഞ്ഞും പോകുന്ന അവസ്ഥയിലായിരുന്നു അന്നേരത്തെ രേവതി. നിനക്ക് എന്തു പറ്റിയതാ? എത്ര നേരമായി ഞാൻ വിളിക്കാൻ തുടങ്ങിയിട്ടെന്നറിയോ? ഇന്നേരം ആവുമ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞ് നീ എന്നെ വിളിക്കാറുള്ളതല്ലേ. നിന്നെ കാണാണ്ടായപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. പിന്നെ നോക്കിയപ്പോഴല്ലേ നീ പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്നത് ഞാൻ കാണുന്നേ. എന്തു പറ്റി? പനിയൊന്നുമില്ലല്ലോ. ഞാൻ നെറ്റിയിൽ കൈവച്ച് നോക്കിയപ്പോൾ ചൂടൊന്നും കണ്ടില്ല. പിന്നെ നിനക്ക് എന്തു പറ്റി? ഫോണിലെ അലാറം കേട്ട് ഞാൻ പയ്യനെ എണീറ്റതാ സച്ചിയേട്ടാ. പെട്ടെന്ന് എൻ്റെ ശരീരമാകെ തളർന്നു പോകുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് ഈ കിടക്കയിൽ തന്നെ വന്നിരുന്നെങ്കിലും പെട്ടെന്ന് ഞാൻ എൻ്റെ ബോധം പോയതുപോലെ തോന്നി. രാത്രി 1-2 തവണ ഞാൻ എണീറ്റ് ഛർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇനി എന്തെങ്കിലും ശരീരത്ത് വല്ല പ്രശ്നമുണ്ടോ, ഉള്ളിൽ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഒന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴും എൻ്റെ കണ്ണൊന്നും ശരിക്കും എനിക്ക് തുറക്കാൻ പോലും പറ്റുന്നില്ല സച്ചിയേട്ടാ. അയ്യോ, എന്നാൽ നീ വേഗം എണീക്ക്, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാം. സച്ചി രേവതിയോട് ഹോസ്പിറ്റലിലോട്ട് പോകാൻ റെഡിയാകാൻ പറയുന്നുണ്ട്. രേവതി അപ്പോൾ സച്ചിയോട് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലോട്ടൊന്നും പോകണ്ട സച്ചിയേട്ടാ, ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ശരിയാകും.
അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് ഫ്രഷായി കിച്ചണിലോട്ട് പൊക്കോളാമെന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ രേവതിയുടെ ഈ മറുപടി കേൾക്കുന്ന സച്ചിക്ക് വല്ലാതെ ദേഷ്യം വരികയായിരുന്നു. കാരണം നീ എന്തു പറഞ്ഞാലും എന്താ കേൾക്കാത്തേ? എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോട്ടേക്കല്ലേ പോകേണ്ടത്, അല്ലാതെ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ അസുഖങ്ങളെല്ലാം മാറോ? സച്ചേട്ടൻ അറിയാവുന്നതല്ലേ ഇവിടെ അമ്മയുടെ സ്വഭാവം. അമ്മ ഇപ്പോൾ തന്നെ അടിയിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടാകും, ചായ കിട്ടില്ല എന്ന് പറഞ്ഞങ്ങാട്ട്. അപ്പോൾ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അമ്മയുടെ ചായ, നിനക്കത് മാത്രമാണോ ചിന്ത? നിൻ്റെ ശരീരത്തിനെ കുറിച്ചൊന്നും നിനക്ക് ചിന്തയില്ലേ? നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വേറെ ആര് വന്ന് നോക്കും? അമ്മ വന്ന് നോക്കും നിന്നെ? ഈ വീട്ടിൽ നീ മാത്രമല്ലല്ലോ മരുമകളായിട്ടുള്ളത്. പിന്നെ വർഷയ്ക്കിപ്പോൾ ശരിയാ കിച്ചണിൽ ചെന്ന് ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ അമ്മയ്ക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ, കിടപ്പ് രോഗിയൊന്നുമല്ല. അടുക്കളയിൽ ചെന്ന് അത്യാവശ്യം പണിയൊക്കെ എടുക്കാനുള്ള ശരീരമൊക്കെ അമ്മയ്ക്കിപ്പോൾ ഉണ്ട്. അതുകൊണ്ട് നീ മറ്റു ഉഡായിപ്പ് വർത്തമാനങ്ങളൊന്നും പറയാതെ വേഗം റെഡിയാവാൻ നോക്കിയേ. ഞാനും വേഗം ഷർട്ടൊക്കെ ഇട്ട് കാറെടുത്ത് റെഡിയായി നിൽക്കാം. നീ വേഗം താഴോട്ട് വരണമെന്ന് പറഞ്ഞ് സച്ചി താഴോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരുന്നു ചന്ദ്ര അവരുടെ റൂമിലോട്ടേക്ക് വന്നത്. നിന്റെ പെണ്ണും പിള്ളയ്ക്ക് എന്താ എണീക്കാനൊന്നും നേരമായില്ലേ? ഇപ്പോഴും നല്ല ഉറക്കമായിരിക്കും അല്ലേ? നേരം വെളുത്തതൊന്നും അവളെന്തേ അറിഞ്ഞില്ലേ? എനിക്കെന്നും എൻ്റെ ആ പതിവ് ചായ എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് അപ്പം തലവേദന എടുക്കും. അവൾ എവിടെ? അവൾ ഇപ്പോഴും എണീറ്റിട്ടില്ലേ എന്ന് പറഞ്ഞ് വളരെ അരിശത്തിലായിരുന്നു രേവതിയുടെ അടുത്തേക്ക് ചന്ദ്ര പോവാനൊരുങ്ങിയത്. അടുക്കളയിൽ ഇത്ര നേരമായിട്ട് ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്താ രാവിലെ തന്നെ എണീറ്റ് കോലവുമിട്ട് അവൾ എല്ലാ പണിയും അടുക്കളയിൽ തീർക്കുന്നതാ. അവൾ ഇന്നേരമായിട്ട് എണീറ്റില്ല എന്ന് പറയുമ്പോൾ എന്താ പറയണ്ടേ എന്ന് പറഞ്ഞ് വളരെ അരിശത്തിൽ ഓരോന്നും ചുണ്ടിനടിയിൽ എണ്ണിപ്പറക്കിയായിരുന്നു ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് പോവാനൊരുങ്ങുന്നത്. തൻ്റെ അമ്മയുടെ ദേഷ്യവും ആ എണ്ണിപ്പറക്കിയുള്ള സംസാരവും ഒക്കെ കേൾക്കുന്ന സച്ചിക്ക് വളരെയധികം ദേഷ്യം തോന്നുന്നുണ്ട്. കാരണം എന്തുമാത്രം അവൾ ഈ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം അവൾക്ക് വയ്യാണ്ടായപ്പോൾ എന്തൊക്കെയാണ് ഈ അമ്മ പറയുന്നതെന്നാണ് സച്ചി മനസ്സിൽ ചിന്തിക്കുന്നത്. അമ്മ ഇപ്പോൾ എങ്ങോട്ടീ പോകുന്നത്? ഞാൻ എങ്ങോട്ട് പോകാൻ? നിൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ. അവൾക്ക് എന്താ ഇത്ര നേരമായിട്ട് എണീക്കാനൊന്നും പറ്റിയിട്ടില്ലേ? അമ്മ അവളിപ്പോൾ അടുത്തേക്കൊന്നും പോകണ്ട, അവൾക്ക് തീരെ വയ്യ. ഞാനിപ്പോൾ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ടേക്ക് പോവാം. അവൾക്ക് എന്ത് വയ്യായിക? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പെട്ടെന്നൊരു അവൾക്കൊരു വയ്യായിക. എഴുന്നേൽക്കാൻ മടിയായിട്ട് തന്നെ അവൾ കിടക്കിയിരിക്കും. ഈ പാടേട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കുറേ നേരം കിടന്നുറങ്ങാലോ. ഓരോ കാരണങ്ങൾ പറയുന്നു. അമ്മ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? അവൾ എല്ലാ ദിവസവും ഈ നേരമാകുമ്പോഴേക്കും എഴുന്നേറ്റ് ഈ വീട്ടിലെ എല്ലാ പണികളും തീർക്കുന്നവളല്ലേ. ഒരു ദിവസം അവൾക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മക്ക് എന്താ അടുക്കളയിൽ ഒരു ഗ്ലാസ് ചായ പോലിട്ട് കുടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മയെ പിന്നെ എന്താ പറയുക? ഇപ്പോൾ രേവതി ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെന്ന് തീർക്കും? അമ്മക്കിവിടെ മരുമകൾ 1 അല്ല 3. അമ്മ അതെന്താ മനസ്സിലാക്കാത്തത്? അവളൊരു പാവം പിടിച്ച കുട്ടിയാണെന്നും പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്നും വന്നവളാണെന്നും വിചാരിച്ച് അവൾ ഈ വീട്ടു ജോലിക്കാരിയാക്കാനാണോ അമ്മ വിചാരിച്ച് വെച്ചേക്കുന്നത്? മറ്റ് 2 പേരും അത്യാവശ്യം നല്ല പൈസക്കാരും കുഴപ്പമില്ലാത്ത ആൾക്കാരുമാണെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ രേവതി ഈ വീട്ടിലെ വേലക്കാരിയായാണ് അമ്മ ഇപ്പോൾ കാണുന്നത് അല്ലേ? ഇപ്പോൾ മാത്രമൊന്നുമല്ല, രേവതി ഈ വീട്ടിൽ വന്ന് കയറി പിറ്റേ ദിവസം തുടങ്ങിയതാ അവളെ ഒരു വേലക്കാരിയാക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും അതേപോലെ തന്നെയാണെന്ന് പറയുമ്പോൾ അമ്മക്കതെന്താ ഒന്നും മാറ്റാൻ പറ്റാത്തത്? ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ടാണോ? അല്ലെങ്കിൽ പിന്നെ രേവതി അവളോട് എന്തു പറഞ്ഞാൽ അവൾ കേൾക്കില്ല. അവൾ എന്നാലും അവളുടേതായ എല്ലാ പണികളും അവൾ ഇവിടെ എടുക്കുന്നുണ്ട്. എന്തിന് ഒരാൾക്ക് ഇത്രയും അധികം ജോലിയെടുത്ത് അവളുടെ കാര്യങ്ങളും നോക്കണം, അവൾ പൂവ് കെട്ടാനും പോകണം എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇത്രമാത്രം വേദനിപ്പിക്കാൻ അമ്മയ്ക്കൊക്കെ എങ്ങനെ തോന്നുന്നു? അവളെ ഞാനൊരു മരുമകളായി കണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഞാനിപ്പോഴും എൻ്റെ മരുമകളായി അവളെ ഞാൻ ഉൾക്കൊണ്ടിട്ടൊന്നുമില്ല. ഓ, അതുപോലെയാണ് അവളെ കാണുന്നതെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യും. ഇനി മാസാവസാനമാകുമ്പോൾ അവൾക്കൊരു തുക അങ്ങോട്ട് കൊടുത്തേക്ക്.
ഫ്രീ ആയിട്ട് എന്തായാലും ഒരു വേലക്കാരികളും വന്ന് വീട്ടുജോലിയൊന്നും ചെയ്തു തരൂലല്ലോ. നീ നിൻ്റെ പാടിന്വേഷിച്ച് പോടെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ ഒരു പുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നുണ്ട് ചന്ദ്ര. അമ്മ ഇപ്പോൾ ഏതായാലും രേവതിയെ വിളിക്കാനൊന്നും പോകണ്ട, അവൾക്ക് തീരെ പാടില്ല. ഞാൻ അവളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ പോവുകയാണ്, അവൾ ഇതുവരെ എണീറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് രേവതിയെ കാണാണ്ടായ സച്ചി റൂമിലോട്ട് തന്നെ പിന്നെയും ചെല്ലുന്നുണ്ട്. റൂമിൽ ചെന്നപ്പോൾ രേവതി രാവിലെ കിടന്നതുപോലെ തന്നെ പുതപ്പ് ചൂടി കിടക്കുകയായിരുന്നു. അപ്പോൾ സച്ചി ചെന്ന് രേവതിയുടെ അടുത്ത് ചെന്ന് രേവതിയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ എനിക്ക് തീരെ വയ്യ, ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും എനിക്ക് പറ്റണില്ല, എന്നെക്കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അടിയിലോട്ട് ഇറങ്ങി വരാനും കാറി കയറാൻ പറ്റുമെന്നൊന്നും, ഞാനിവിടെ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് സച്ചിയോട് രേവതി പറയുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോവാണ്ടിരുന്നാൽ ശരിയാകില്ല രേവതി, നീ പറയുന്നത് പോലെയൊന്നുമല്ല, ഇപ്പോഴത്തെ ഒരു അസുഖങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിയാകും. രേവതി, അതുകൊണ്ട് നീ ഇപ്പോൾ അധികം ഡോക്ടർ ആവാനൊന്നും നിൽക്കണ്ട, നീ ഞാൻ പറഞ്ഞത് കേട്ടെ വേഗം എണീറ്റ് റെഡിയാവാൻ നോക്ക്. സച്ചിക്ക് പിന്നാലെ നടന്നു വന്ന ചന്ദ്ര രേവതി കിടക്കുന്നത് കാണുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടിയും അഹംഭാവത്തോടു കൂടിയും രേവതിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഓ കൊച്ചമ്മയ്ക്കിപ്പോഴും കിടക്കപ്പായെന്ന് പോലും എഴുന്നേക്കാനായില്ല അല്ലേ, എന്തോ കള്ളത്തരം പറഞ്ഞ് കിടക്ക പാടില്ല പോലും, വെറുതെ ഓരോ നുണ പറഞ്ഞങ്ങാട്ട് സച്ചിയെ നീ വലയിലാക്കിയിട്ടുണ്ടാവും, നീ എന്നെ പറഞ്ഞ് പറ്റിക്കാന്നൊന്നും വിചാരിക്കേണ്ട രേവതി. തീരെ വയ്യാഞ്ഞ് കിടന്നിരുന്ന രേവതി അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ആ കിടക്കയിൽ നിന്ന് പയ്യെ എണീറ്റ് ഇരുന്നു കൊണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ് അമ്മേ, ഞാൻ നുണ പറയുന്നതൊന്നുമല്ല, എത്രയോ പാടില്ലാഞ്ഞിട്ട് പോലും ഞാൻ ആ അടുക്കളയിൽ കയറി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതല്ലേ, പക്ഷേ ഇത് ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങുന്നത് പോലെയും ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ തോന്നാം. ചന്ദ്ര രേവതിയോട് ചൂടാകുന്നത് കേൾക്കുമ്പോൾ സച്ചിക്കും വല്ലാതെ അമ്മയോട് ദേഷ്യം തോന്നുന്നുണ്ട്. അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത് രേവതിക്ക് പാടില്ല എന്ന്, അമ്മയ്ക്ക് എന്താ ഇപ്പോഴും വിശ്വാസമാവാത്തത്? ആ കിടക്കുന്ന രേവതിയോടാണോ ഇപ്പോഴും അമ്മയോട് ദേഷ്യം തീർക്കുന്നത്? അല്ല, ഇത് എപ്പോൾ തുടങ്ങി ഈ ഛർദിയും തലകറക്കമൊക്കെ? ചന്ദ്ര രേവതിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ഇന്നലെ രാത്രി 1-2 തവണ എണീറ്റ് ഞാൻ ഛർദ്ദിച്ചു, പിന്നെ രാവിലെ എണീറ്റിട്ടാണെങ്കിൽ വെറുതെ ഇങ്ങനെ ശരീരം തളർന്നു പോണ പോലെയും തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നാം. രേവതിക്ക് തലകറക്കവും ഛർദിയുമാണെന്നൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് എവിടെയോ ഒരു സംശയം വരുന്നുണ്ട്. ഇനി എങ്ങാനും രേവതി ഗർഭിണിയാണോ? അതുകൊണ്ടായിരിക്കുമോ അവൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നത്? സാധാരണ അങ്ങനെയുള്ള സ്ത്രീകൾക്കാണല്ലോ ഈ തലകറക്കവും ഛർദിയുമൊക്കെ തോന്നാറ്. അപ്പോൾ ഇനിയെങ്ങാനും നീ ഗർഭിണി എങ്ങാനും ആണോ രേവതി? എനിക്കറിയില്ല അമ്മേ. അത് കേൾക്കുമ്പോൾ രേവതിയുടെ മനസ്സിലും എവിടെയൊക്കെയോ വല്ലാതെ സന്തോഷം തോന്നി തുടങ്ങുന്നുണ്ട്. കാരണം അമ്മ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇനി അങ്ങനെയെങ്ങാനും ആയിരിക്കുമോ തനിക്കിങ്ങനെയൊക്കെ തോന്നുന്നതെന്ന ഒരു തോന്നലായിരുന്നു രേവതിക്കുള്ളിൽ. സച്ചി അപ്പോൾ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണോ? അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെയാണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തോന്നാ? അങ്ങനെയാണെങ്കിൽ രേവതി ഗർഭിണിയാണോ അമ്മേ? എനിക്ക് ഉറപ്പൊന്നുമില്ലടാ, പക്ഷേ രേവതി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സാധാരണ ഗർഭിണിയാവുന്ന സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവൾ പറയുന്നത്, അതുകൊണ്ട് എൻ്റെ ചെറിയൊരു ഡൗട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഏതായാലും നീ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പോകുന്നെന്നല്ലേ പറഞ്ഞത്? നീ ഒരു കാര്യം ചെയ്യ്, ഡോക്ടറെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, ഇവിടെ വന്ന് പരിശോധിക്കുന്ന ഡോക്ടർമാരും ഉണ്ടല്ലോ, നീ അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് സച്ചിയോട് പറയുന്നുണ്ട് ചന്ദ്ര. ഉടനെ തന്നെ സച്ചി ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടറെ വീട്ടിലോട്ട് വന്ന് വിളിക്കുന്നുണ്ട്. ഡോക്ടർ വീട്ടിൽ വന്ന് രേവതിയെ പരിശോധിക്കുകയും പീരീഡ്സിൻ്റെ ഡേറ്റ് തെറ്റിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം രേവതി ഗർഭിണിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഉടനെ തന്നെ ആ സന്തോഷ വാർത്ത ഡോക്ടർ സച്ചിയെയും ചന്ദ്രയെയും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന സത്യം അറിയുന്ന സച്ചിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്.
രേവതിയോടും സച്ചിയോടും എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ താൻ വീണ്ടും ഒരു അച്ചമ്മയാകാൻ പോകുന്ന സന്തോഷം ചന്ദ്രമതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ രേവതി ഗർഭിണിയാണെന്ന കാര്യം അറിയിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് മുഖത്ത് വല്ലാത്ത സന്തോഷവും പുഞ്ചിരിയുമൊക്കെ ഉണ്ടായിരുന്നു. സച്ചി ഉടനെ തന്നെ രേവതിയുടെ അടുത്ത് ചെന്ന് രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട്. രേവതി, നീ കേട്ടില്ലേ ഡോക്ടർ പറഞ്ഞത്? സച്ചിയേട്ടാ, ഞാൻ കേട്ടു. നമ്മളപ്പോൾ ഒരച്ഛനും അമ്മയും ആവാൻ പോവാ അല്ലേ സച്ചിയേട്ടാ? എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. നാം എത്ര കാലമായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ദൈവം കേൾക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞാനത് നിന്നോട് പറഞ്ഞില്ലേ രേവതി, നമുക്കൊരു കുഞ്ഞുണ്ടാകും, നീ വിഷമിക്കാതിരിക്കുന്ന. നമ്മുടെ ദൈവം നമ്മളെ കേൾക്കാതിരിക്കില്ലല്ലോ. നീ എന്നും ദൈവങ്ങൾക്ക് മാല ചാർത്തുന്നവളല്ലേ. നിൻ്റെ കൈ കൊണ്ട് കെട്ടുന്ന മാലയല്ലേ ഭഗവാന് ചാർത്താറ്. അവർ നിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് തോന്നുന്നുണ്ടോ രേവതി? നീ ഇനി നന്നായി റെസ്റ്റ് എടുക്കണം. പഴയതുപോലെ അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ഒന്നും എടുക്കാൻ നിൽക്കരുത് കേട്ടോ. സച്ചി ഇപ്പോഴേ തന്നെ രേവതിയോട് ഓരോ നിയമങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുമൊക്കെ രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സച്ചിയുടെ ആഹ്ലാദവും ആ സന്തോഷമൊക്കെ കാണുമ്പോൾ രേവതിക്കും വല്ലാതെ മനസ്സ് നിറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛനോട് പറഞ്ഞോ, അച്ഛമ്മയോട് പറഞ്ഞോ, അവരെയൊക്കെ നമുക്കിത് അറിയിക്കണ്ടേ? ശരിയാ, എല്ലാവരെയും അറിയിക്കണം. ആദ്യം ഞാൻ പോയി പുറത്ത് കടയിൽ ചെന്ന് ലഡ്ഡു വാങ്ങിച്ചിട്ട് വരാം. എല്ലാവർക്കും മധുരം കൊടുത്തിട്ട് ഈ സന്തോഷ വാർത്ത അറിയിക്കാലോ എന്ന് പറഞ്ഞ് സച്ചി ഉടനെ തന്നെ കാറെടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. സച്ചി പുറത്തു പോകുന്ന നേരം ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ, ഇപ്പോൾ അച്ഛനോടൊന്നും പറയാൻ പോകണ്ട. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും മധുരം വല്ലതും വാങ്ങിച്ചിട്ട് വരാം. എന്നിട്ട് എല്ലാവരെയും ഈ സന്തോഷ വാർത്ത അറിയിക്കാലോ. എങ്കിൽ ശരി, നീ ചെല്ലെന്ന് പറഞ്ഞ് ചന്ദ്രയും സച്ചിയോട് പറയുന്നുണ്ട്. റൂമിൽ തന്നെ കിടക്കയിൽ ആ തലാണയിൽ ചാരിയിരുന്നു കൊണ്ട് തൻ്റെ വരാനിരിക്കുന്ന ആ കുഞ്ഞിനെ മനസ്സിൽ ആലോചിക്കുകയായിരുന്നു രേവതി. തൻ്റെ കുഞ്ഞിന് ആരുടെ മുഖമായിരിക്കും? എന്ത് കുട്ടിയായിരിക്കും? ആൺകുഞ്ഞായിരിക്കുമോ പെൺകുഞ്ഞായിരിക്കുമോ? എത്രയും വേഗം തന്നെ ആ കുഞ്ഞൊന്ന് പുറത്തേക്ക് വന്നാൽ മതി. അങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളുമായിരുന്നു രേവതിക്കുള്ളിൽ. ഞാനിനി ഒറ്റയ്ക്കല്ലല്ലോ, എൻ്റെ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ. ഇനി ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഇനി എനിക്ക് നോക്കണ്ടേ? ഇനി ഞാനൊരമ്മയല്ലേ? അങ്ങനെ ഒരുപാട് സന്തോഷമായ നിമിഷങ്ങളിൽ കൂടിയായിരുന്നു രേവതി കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ കാര്യം അച്ഛമ്മയെ ഉടനെ തന്നെ അറിയിക്കണം. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങളുടെ അച്ഛമ്മ തന്നെയാണ്. അച്ഛമ്മയെ എന്തായാലും ഈ വിവരം അറിയിക്കണം. പക്ഷേ സച്ചിയേട്ടനും കൂടി വരട്ടെ. ഞാൻ മാത്രം പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. സച്ചിയേട്ടൻ തന്നെ അച്ഛമ്മയോട് ഈ കാര്യം പറയട്ടെ. അതിനു മുമ്പായി എൻ്റെ അമ്മയോടും ദേവുവിനോടുമെല്ലാം ഈ സന്തോഷ വാർത്ത വിളിച്ചു പറയാമെന്ന് പറഞ്ഞ് രേവതി തൻ്റെ മൊബൈലിൽ തൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. അമ്മ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും രേവതി എന്തോ ഒരു ചിരിയായാണ് അതിനെല്ലാം മറുപടി നൽകിയത്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? വലിയ സന്തോഷത്തിലാണല്ലോ നീ, എന്താ കാര്യം? അമ്മേ, എനിക്കൊരു വലിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്താ രേവതി, നീ പറ. അമ്മ ഒരു അമ്മുമ്മയാകാൻ പോകുക. ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് വല്ലാത്ത ഒരു സന്തോഷമായിരുന്നു. കാരണം തൻ്റെ മകൾക്കൊരു കുഞ്ഞുണ്ടാകാൻ ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം നേർന്നായിരുന്നു ആ അമ്മ നടന്നിരുന്നത്. അപ്പോൾ ഈ സന്തോഷ വാർത്ത കേൾക്കുന്ന ആ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. രേവതി, നീ പറഞ്ഞത് ശരിയാണോ? ഞാനൊരു അമ്മുമ്മയാകാൻ പോവുകയാണോ? നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോവുകയാണോ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല രേവതി. അതെ അമ്മേ, ഒരു പുഞ്ചിരിയോടുകൂടി ഒരു നാണത്തോടു കൂടിയും രേവതി പറയുന്നുണ്ട്, നമുക്കൊരു കുഞ്ഞ് വരാൻ പോവാം. ഞാൻ ഇപ്പോൾ തന്നെ അറിഞ്ഞതേ ഉള്ളൂ, ഡോക്ടർ വന്നിരുന്നു. എനിക്കിന്ന് രാവിലെ എണീറ്റിട്ട് തീരെ വയ്യായിരുന്നു. വല്ലാത്ത ഛർദിയും തലകറക്കവും ഒക്കെ ആയിട്ട് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല.
പിന്നീട് എൻ്റെ വയ്യായ്കയൊക്കെ കണ്ടപ്പോൾ ഡോക്ടറെ വിളിച്ച് വരുത്തി. ഡോക്ടർ പരിശോധിച്ച് ഡോക്ടർ തന്നെ ഉറപ്പ് പറഞ്ഞതാ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണെന്ന്. രേവതിയുടെ അമ്മയുടെ അരികിലായി ദേവുവും നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മ ചിരിച്ച് സന്തോഷിച്ച് ചേച്ചിയോട് സംസാരിക്കുന്നത് കേൾക്കുന്ന ദേവുവിന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മയുടെ മുഖത്തെന്താ വല്ലാത്ത സന്തോഷം, എന്താ ചേച്ചി പറയണേ? ദേവു, നമുക്കൊരു കുഞ്ഞ് വരാൻ പോവുകയാ, നിൻ്റെ ചേച്ചി ഗർഭിണിയാണെന്ന്. അതേ അമ്മേ, സത്യം. ഫോണൊന്ന് തന്നെ ഞാൻ ചേച്ചിയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് ദേവു ഫോൺ തട്ടിപ്പറിക്കുന്നുണ്ട്. ചേച്ചി, അമ്മ പറഞ്ഞത് ശരിയാണോ? ചേച്ചി ഗർഭിണിയാ, ഒരു കുഞ്ഞുവാവ വരാൻ പോവുകയാണോ അപ്പം നമ്മുടെ അടുത്തേക്ക്? ശരിയാടി ദേവു, നമുക്കൊരു കുഞ്ഞുവാവ വരാൻ പോവാ. ഓ, എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ചേച്ചി. എനിക്കിപ്പോൾ തന്നെ ചേച്ചിയെ കാണണമെന്നുണ്ട്. നീ കാണണമെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നത് എന്തിനാ? നീ അമ്മയുമായിട്ട് വേഗം ഇങ്ങോട്ട് വാ. ശരി ചേച്ചി, ഞാൻ അമ്മയെയും കൊണ്ട് ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവു അമ്മനോട് പറയുന്നുണ്ട്, അമ്മേ, ചേച്ചിയെ കാണാൻ നമുക്കിപ്പോൾ തന്നെ പോയാലോ? ശരിയാ, ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് എങ്ങനെയാ നമുക്ക് പോവാതിരിക്കാൻ കഴിയുക? പോകുന്ന വഴിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളും ഫ്രൂട്ട്സും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. നീ വേഗം റെഡിയാവെന്ന് പറഞ്ഞ് ദേവുവിനോട് ഒരുങ്ങാൻ പറയുന്നുണ്ട് അമ്മ. ആ സമയം കൊണ്ട് തന്നെ പുറത്ത് ചെന്ന് ലഡുവും വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു സച്ചിയുടെ കൂട്ടുകാരന്മാരെ കണ്ടത്. സച്ചി വണ്ടി സ്റ്റാൻഡിലോട്ടൊന്നും കാണാണ്ടായപ്പോൾ സച്ചിയുടെ കാറ് കാണുന്ന കൂട്ടുകാരൻ വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, നീ എന്താണ് ഇന്ന് വരാത്തത്? നിനക്ക് ഓട്ടമൊന്നും ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ സച്ചിക്ക് അതൊന്നും പറയാൻ നേരമുണ്ടായിരുന്നില്ല. സച്ചി അപ്പോൾ പറയുന്നുണ്ട്, ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ എന്താ ഞാൻ വീട്ടിലോട്ട് പോട്ടെ, കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സച്ചി കാറെടുത്ത് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ഡോറ് തുറന്ന് കയ്യിൽ ആ ലഡുവിൻ്റെ കവറും എടുത്ത് അകത്തേക്ക് ചെല്ലുന്ന സച്ചി അച്ഛനെയും മറ്റ് തൻ്റെ അനിയന്മാരെയും വർഷയെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അച്ഛാ, വേഗം വാ, ഇങ്ങോട്ടേക്ക് വാ. എടാ സുധി, ശ്രീകാന്തേ, എല്ലാവരും വാടാ എന്ന് പറഞ്ഞ് ഹോളിലെ ആ സോഫയിൽ സച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. സച്ചി വിളിച്ചു കൂവുന്നത് കേൾക്കുന്ന സുധിയും ശ്രീകാന്തും രവിയുമൊക്കെ പെട്ടെന്ന് പേടിക്കുന്നുണ്ട്. എന്താണെന്നാവോ ഇവനിങ്ങനെ വിളിക്കുന്നത്, എന്തോ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പേടിച്ച് ടെൻഷനിലൂടെയായിരുന്നു അവരെല്ലാവരും സോഫയ്ക്കരികിലോട്ട് വന്നത്. അച്ഛാ, വേഗം വാ, വേഗം വാ എന്ന് പറഞ്ഞ് പിന്നെയും സച്ചി വിളിച്ച് കൂവുകയായിരുന്നു. അപ്പോൾ രവി സച്ചിയെ ചീത്ത പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? ആൾക്കാരെ പേടിപ്പിച്ച് കളയോലോ നീ. എന്താ കാര്യം, നീ പറ എന്ന് പറഞ്ഞ് രവി സച്ചിയോട് ചോദിക്കുന്നുണ്ട്. സച്ചി അപ്പോൾ ചെറു നാണത്തോടും പുഞ്ചിരിയോടു കൂടി പറയുന്നുണ്ട്, അച്ഛൻ വാ, ഇവിടെ ഇരിക്കി, എല്ലാവരും വരട്ടെ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് രവിയോട് കാര്യം പറഞ്ഞ് ബാക്കിയുള്ളവരെയും സച്ചി വിളിക്കുന്നുണ്ട്. മുകളിലത്തെ റൂമിൽ നിന്ന് ഓടി വരുന്ന സുധി പെട്ടെന്ന് രവിയെ സച്ചിയോടും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? നീ ഇവിടെ ഇരിക്കടാ, കാര്യമുണ്ട്. അച്ഛാ, ഇവന് വല്ല പ്രാന്തായോ? ഇപ്പം കുറേ നേരം ആയാലും എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത്, എന്താ കാര്യം? അപ്പോൾ രവി സുധിയോട് പറയുന്നുണ്ട്, എനിക്കറിയില്ലടാ, സച്ചിയുടെ കാര്യമല്ലേ, അവൻ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത ഉണ്ടാവും, അതായിരിക്കും അവനിങ്ങനെ ചിരിച്ച് വിളിക്കുന്നത്. എന്തായാലും എല്ലാവരും വരട്ടെ എന്നും പറഞ്ഞ് അവൻ നിൽക്കുന്നത്. നമുക്കും വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ രണ്ടാളും ആ സോഫയിൽ ഇരിക്കുന്നുണ്ട്. അവർക്ക് പിന്നാലെ തന്നെ ചന്ദ്രയും എത്തുന്നുണ്ട്. ചന്ദ്രയ്ക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും സച്ചി പറഞ്ഞതുപോലെ തന്നെ സച്ചി പറയട്ടെ എന്ന് വിചാരിച്ചായിരുന്നു ചന്ദ്രയൊന്നും മിണ്ടിയില്ല. അപ്പോൾ ചന്ദ്രയോട് സുധി ചോദിക്കുന്നുണ്ട്, ഇവന് എന്ത് പറ്റിയമ്മേ, ഇവന് വല്ല പ്രാന്തായ, ഇവനെന്താ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഒന്നറിയാത്തതുപോലെ സുധിയോട് പറയുന്നുണ്ട്, എനിക്കറിയില്ല, നീ ഇരിക്കുക, അവൻ പറയാമെന്നല്ലേ പറഞ്ഞത്, നീ വെയിറ്റ് ചെയ്യ്. പിന്നാലെ തന്നെ ശ്രീകാന്തും വർഷയും എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ആർക്കും സച്ചി വളരെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ആയിരിക്കും എന്താണ് സംഭവമെന്ന് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്
സച്ചിയോട്, എന്താടാ ഇനി കാര്യം പറ, എല്ലാവരും എത്തിയില്ലേ, ഇനി നീ കാര്യം പറ. അച്ഛാ, ഇപ്പോൾ എല്ലാവരും എത്തി, പക്ഷേ ഒരാളെ കൂടി ഞാൻ കൊണ്ടുവരട്ടെ, എന്നിട്ടെല്ലാം പറയാം. അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇനി ഇവൻ എന്താ ഇത്ര പ്രശ്നം, എന്താ ഇവൻ ഈ പറയാനുള്ളത്? ഇപ്പോൾ വരാം അച്ഛാ, എന്നിട്ട് പറയാമെന്ന് പറഞ്ഞ് സച്ചി തൻ്റെ റൂമിലോട്ട് ചെന്ന് രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ ചെറിയൊരു നാണമാകുന്നുണ്ട്. സച്ചിയേട്ടാ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല രേവതി, നമ്മൾ രണ്ടാളും ചേർന്ന് വേണ്ടേ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ. അപ്പോൾ നീ വരണ്ടേ? വാ, ഞാൻ നിൻ്റെ കൈ പിടിച്ച് പയ്യനെ അടിയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് രേവതിയെ കട്ടിലിൽ നിന്ന് എണീപ്പിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയേട്ട വേണ്ട, എനിക്കെന്തോ പോലെ, അച്ഛനും എല്ലാവരും ഇല്ല അടിയിൽ. അതിനെന്താ, നമ്മ വല്ല നാണക്കേടുള്ള കാര്യം വല്ലതുമാണോ? കൊച്ചുങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ കാര്യമല്ലേ, അതിന് നിനക്ക് നാണം വരുന്നത് എന്തിനാ രേവതി? നീ വെറുതെ വന്നേന്ന് പറഞ്ഞ് രേവതിയുടെ കൈ പിടിച്ച് പതിയെ സച്ചി ആ പടികൾ ഇറങ്ങുന്നുണ്ട്. രേവതിയുടെ കൈ പിടിച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴോട്ട് ചെല്ലുന്ന സച്ചിയെ നോക്കി ശ്രുതിക്ക് വല്ലാത്ത പുച്ഛം പോലെയായിരുന്നു. ഓ, ഇതായിരുന്നു വല്ല സന്തോഷ വാർത്ത. പിന്നെ എന്താ, ഈ രേവതിയെ ഞങ്ങൾ ആദ്യമായിട്ടെങ്ങാനും കാണുകയാണോ? രവി അപ്പോൾ ശ്രുതിയോട് ചൂടാവുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരുന്നേ ശ്രുതി, എന്താണെന്ന് അവൻ പറയട്ടെ. നിനക്ക് എന്ത് വല്ലയിടത്തും പോവാനുണ്ടോ? എനിക്കെവിടെയും പോവാനൊന്നുമില്ല, ഞാൻ മിണ്ടാതിരുന്നോളാം എന്ന് പറഞ്ഞ് ഒരു മൂലയിലോട്ട് ശ്രുതി നീങ്ങി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും ആയില്ലേ, അപ്പോൾ ഇനി ആ സന്തോഷ വാർത്ത പറയാം അല്ലേ രേവതി? രേവതിയുടെ നോക്കി സച്ചി ചിരിക്കുമ്പോൾ രേവതിക്ക് വല്ലാതെ നാണമാവുകയാണ്. സച്ചിയേട്ടൻ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല. എങ്കിൽ ശരി, ഞാൻ തന്നെ പറയാമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ആ കയ്യിലിരുന്ന ലഡുവിൻ്റെ കവർ പൊട്ടിച്ച് അതിൽ നിന്നൊരു ലഡുവും എടുത്ത് രവിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട്, എന്താടാ സച്ചി, നീ കാര്യം പറ. അങ്ങനെ അച്ഛനൊരു മുത്തശ്ശനാവാൻ പോവാ. നീ എന്തായി പറയുന്നത്? ഞാനൊരു മുത്തശ്ശനാവാൻ പോവുകയാണല്ലോ. ആ സന്തോഷ വാർത്ത നമ്മൾ എല്ലാവരും ആഘോഷിച്ചതല്ലേ? അതല്ല അച്ഛാ, ആ സന്തോഷം ശ്രീകാന്തല്ല അറിയിച്ചത്. ഇത് പക്ഷേ അടുത്ത ഒരു മുത്തശ്ശനും കൂടി ആവാൻ പോവാ. സച്ചി, നീ പറയുന്നത് ശരിയാ? നിങ്ങൾക്കപ്പോൾ ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണോ? എനിക്കിത് സന്തോഷിക്കണം, വളരെയധികം സന്തോഷിക്കണം. കാരണം നിങ്ങൾക്കൊരു ഉണ്ടായി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നവനാ ഈ ഞാൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സച്ചിയുടെ കയ്യിൽ നിന്നും ആ ലഡ്ഡു വാങ്ങിച്ച് സച്ചിയുടെ വായിലും രേവതിയുടെ വായിലും രവി വെച്ച് കൊടുക്കുന്നുണ്ട്. ചന്ദ്രേ, നീ അറിഞ്ഞില്ല ഈ സംഭവം? നമ്മൾ വീണ്ടും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോകുന്നു എന്ന്. അപ്പോൾ ഇനി ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ ഒരു ബഹളം തന്നെയായിരിക്കും അല്ലേ ചന്ദ്രേ? ഓ, ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ്. നിങ്ങളെല്ലാവരെയും കൂടി ഒരുമിച്ച് അറിയിക്കാമെന്ന് സച്ചി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത്. എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം ഇവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ വീണ്ടും ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ആവാൻ പോവുകയല്ലേ നമ്മ. ശ്രുതിക്കപ്പോൾ വല്ലാതെ ഒരു ദേഷ്യവും വിമിഷ്ടവും ഒക്കെ പോലെ തോന്നിത്തുടങ്ങി. കാരണം ചന്ദ്രയ്ക്ക് സച്ചിയോടും രേവതിയോടുമുള്ള ഈ ദേഷ്യമൊക്കെ മാറിയോ? അമ്മ ഇപ്പോൾ എന്താ അവരോട് സപ്പോർട്ടായി സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രം ഒരു കുഞ്ഞുണ്ടായിട്ടില്ല, അമ്മക്ക് പക്ഷേ ആ ഒരു വിഷമമൊന്നും അമ്മയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. അവർക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ അമ്മ സന്തോഷിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇത്രയും ഉള്ളല്ലേ എന്നോടുള്ള സ്നേഹമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലൊരു വല്ലായ്മ പോലെയായിരുന്നു ശ്രുതി നിന്നിരുന്നത്. ചന്ദ്രയാവട്ടെ സച്ചിയുടെ കയ്യിൽ നിന്നും ലഡ്ഡു എടുത്ത് രവി ചെയ്തതുപോലെ തന്നെ സച്ചിക്കും രേവതിയുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടുപേർക്കും നല്ലൊരു കുഞ്ഞിനെ തന്നെ ദൈവം തരട്ടെ എന്ന് പറഞ്ഞ് രണ്ടാളുടെ തലയിൽ കൈവച്ച് ചന്ദ്ര അനുഗ്രഹിക്കുന്നുണ്ട്. ചന്ദ്ര ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ കാണുമ്പോൾ രവി വല്ലാത്ത സന്തോഷമായിരുന്നു ഉള്ളിൽ. കാരണം തൻ്റെ അമ്മയുടെ മനസ്സിൽ ഇത്രമാത്രം നന്മകൾ ഉണ്ടായിരുന്നുവെന്ന് സച്ചി ഒട്ടും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. രവിക്കും അതെ, തൻ്റെ ഭാര്യയുടെ ഈ മാറ്റം വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വീട് വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു സന്തോഷത്തിലായിരുന്നു സച്ചിയും രേവതിയും.
അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞിനെയും മറ്റു വരാനിരിക്കുന്ന ദിവസങ്ങളെയും കുറിച്ചുള്ള ചിന്തകളായിരുന്നു പിന്നീട് അവർക്ക്. ബാക്കി കഥയുമായി നാളെ വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.